ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. വരയ്ക്കാൻ അറിയാത്തവർക്ക് ബോട്ടിലോ ക്യാൻവാസിലോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോട്ടോ സ്കെച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ റാപ്പിഡ് റീസൈസർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിൽ പിക്ചർ സ്റ്റെൻസിൽ മേക്കർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മറ്റൊരു പേജ് കൂടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ യൂസ് ആൻ ഇമേജ് ഫ്രം യുവർ ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ഫോണിൽ ഏത് പിക്ചറാണ് നമുക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്തെടുക്കാം. ഒരു ഫോട്ടോ ഞാനിതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെയാണ് വരിക. അതിൽ തന്നെ നമുക്ക് ത്രെഷ് എന്നൊരു ഓപ്ഷനാണ് അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഡാർക്കും വൈറ്റും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ ഡൗൺലോഡ് ഓർ പ്രിൻറ്റ് ഓൺ വൺ പേജ് എന്ന് കാണാം. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഫോട്ടോ വരും. അതിൽ നമ്മൾ സേവ് ടു യുവർ കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോ സേവായി. അതിനുശേഷം ഈ ഒരു ഫോട്ടോ ഞാൻ പ്രിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിലിൽ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 hour നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വയ്ക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിൻ്റ് ചെയ്ത ഫോട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഫോട്ടോ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കാർബൺ പേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാർബൺ പേപ്പറും ഈ ഫോട്ടോൻ്റെ സൈസിന് കണക്കാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതേപോലത്തെ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഈ ഒരു കാർബൺ പേപ്പർ ഈ ഒരു ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒട്ടിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മേലെ ഈ ഫോട്ടോയും കൂടെ ഇതേപോലെ തന്നെ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒരു പെൻസിലോ പെന്നോ വെച്ചിട്ട് ആ ചിത്രത്തിൻ്റെ മേലെ കൂടെ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. എല്ലാ ലൈൻസും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സ്കെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ച ഈ ഒരു ടാപ്പ് മാറ്റിയതിന് ശേഷം ഈ ഒരു പിക്ചർ ഇതേപോലെ ഉണ്ടാവും. ഇനി ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്തെടുക്കും. വളരെ തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പം എല്ലാ സൈഡിലും നല്ലപോലെ നമുക്ക് പെയിൻറ്റ് എത്തിക്കാൻ ഹെൽപ്ഫുൾ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കുക. ഇതിൻ്റെ മൂടിക്കും കൂടെ ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് വാർണിഷിങ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു റിബണും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെൻസിൽ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും.